വെൽക്കം. റഹ്മാനാണ്. ആന്റിബയോട്ടിക്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെഫാലോസ്പോറിൻസ് ആണ്. സെഫാലോസ്പോറിൻസ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗിന്റെ ഫാർമക്കോളജി. സോ ഫാർമക്കോളജി ഓഫ് സെഫാലോസ്പോറിൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ ഓൾറെഡി സെൽ വോൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് മെക്കാനിസം ഓഫ് ആക്ഷനിൽ പറഞ്ഞാണ്. പെനിസിലിന്റെ അതേ മെക്കാനിസം ആണ്. സോ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാം. സോ ഫസ്റ്റ് പോയിന്റ് നമ്പർ 1, ഇതും ഒരു ബീറ്റാലാക്ടം ആണ്. ബീറ്റാലാക്ടം ആന്റിബയോട്ടിക് ആണ്. അത് പെനിസിലിനെ പോലെ തന്നെ ഇതിനും ബീറ്റാലാക്ടം ഉണ്ട്. സോ ബീറ്റാലാക്ടം റിംഗ് നമുക്കൊന്ന് വരയ്ക്കാം. ബീറ്റാലാക്ടം ഇവിടെ ഒരു N ഉണ്ട്, ഇവിടെ C ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെയൊക്കെ C ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ എല്ലായിടത്തും വരയ്ക്കുന്നില്ല. N ഉണ്ട് ഇവിടെ, സോറി. ദെൻ ഇവിടെ C ഡബിൾ ബോണ്ടോ ഉണ്ട്. ദെൻ ഇവിടെ ഞാൻ R എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് വരച്ചത് തന്നെ. ഇത് നമുക്ക് R1 എന്ന് എഴുതാം. ദെൻ ഇവിടെ നമുക്കൊരു അഡീഷണൽ ആയിട്ട് 6 മെമ്പേർഡ് ഉള്ള 6 മെമ്പർ ഉള്ള ഡൈഹൈഡ്രോതയാസിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഡൈഹൈഡ്രോതയാസിൻ അതാണ് ഇവയ്ക്കുള്ളത്. സോ സ്ട്രക്ചറലി ഡിഫറെന്റ് ഫ്രം പെനിസിലിൻ. സോ വരച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഒരു COH ആസിഡ് ഉണ്ട്. ആൻഡ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. നമുക്ക് R2 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഇത് മൂന്നാമത്തെ കാർബൺ ആണ്. സോ ഇത് ചേരുമ്പോൾ ഒരു 7 അമിനോ സെഫാലോസ്പോർണിക് ആസിഡ് ആകും. സോ ഇതാണ് 7 അമിനോ സെഫാലോസ്പോർണിക് ആസിഡ് ആകും. സോ ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ. നമുക്ക് ഇവിടെ മോഡിഫൈ ചെയ്യാം. R1 മോഡിഫൈ ചെയ്യാം, ഇവിടെ R2 മോഡിഫൈ ചെയ്യാം. സോ ഇത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് വിവിധ തരം സ്ട്രക്ചർ ഉള്ള വിവിധ തരം സെഫാലോസ്പോറിൻസ് നമുക്ക് കിട്ടും. സോ ബേസിക് സ്ട്രക്ചർ പക്ഷെ നമുക്ക് കിട്ടുന്നത് സെഫാലോസ്പോറിയം അക്രിമോണിയം എന്ന് പറയുന്ന സ്പീഷീസിൽ നിന്നാണ്. അക്രിമോണിയം അതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഈ സെഫാലോസ്പോറിൻസിന് പെൻസിലിൻസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബ്രോഡർ സ്പെക്ട്രം ആണ്. സോ സ്പെക്ട്രം കുറച്ചും കൂടി ലാർജ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ്നെസ് നമുക്ക് പല ഓർഗാനിസത്തിനെതിരെയും കിട്ടും. ആൻഡ് ഇത് ബീറ്റാ ലാക്ടമേസസിനെതിരെ കുറെ കൂടി സ്റ്റേബിൾ ആണ്. സോ ബീറ്റാ ലാക്ടമേസസ് സ്റ്റേബിലിറ്റി കൂടുതലാണ്. സോ സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി റെസിസ്റ്റന്റ് ആണ്. സോ ഇത് രണ്ടുമാണ് ഇതിന്റെ ഒരു ഗുണം. ബ്രോഡ് സ്പെക്ട്രം ബീറ്റാ ലാക്ടമേസസ് സ്റ്റെബിലിറ്റി കുറച്ചും കൂടി കൂടുതലാണ് എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. സോ ഇതാണ് ആദ്യത്തെ പോയിന്റ് സ്ട്രക്ചർ വൈസ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ സെഫാലോസ്പോറിൻസ് വിഭാഗം മരുന്നുകളെ നമ്മൾ ജനറേഷൻസ് ആക്കിയാണ് പറയാം. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത് ജനറേഷൻ. സോ 5 ജനറേഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അതിന്റെ സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ എഴുതാം. ആൻഡ് ഇവിടെ നമുക്ക് ഗ്രാം പോസിറ്റീവ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 വരെ ഇടാം. 3 പോസിറ്റീവ്. നല്ല എഫക്ട് ഉണ്ട് ഫസ്റ്റ് ജനറേഷന് ഗ്രാം പോസിറ്റീവിനെതിരെ. എങ്കിൽ സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ നമുക്ക് 2 പോസിറ്റീവേ നമ്മൾ എഴുതുന്നുള്ളൂ. ദാറ്റ് മീൻസ് കുറച്ച് എഫക്ട് കുറവാണ് എന്ന് നമുക്ക് മനസ്സിലായി. തേർഡ് ജനറേഷൻ എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 1 വരെ ഇട്ടാൽ മതി, 1 പോസിറ്റീവ് ഇട്ടാൽ മതി. നല്ലുണ്ട്, ഗ്രാം പോസിറ്റീവിനെതിരെ ആക്ഷൻ ഉണ്ട്. ദെൻ ഫോർത്ത് ജനറേഷൻ ആണെങ്കിൽ അതിന് നമ്മൾ വീണ്ടും സെക്കൻഡ് ജനറേഷൻ പോലെ 2 പോസിറ്റീവ് ഇട്ടുന്നു. ഫിഫ്ത്ത് ആണെങ്കിൽ ഗ്രാം പോസിറ്റീവിനെതിരെ നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ്. സോ ദാറ്റ് മീൻസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്ഷൻ ഉള്ളത് ഗ്രാം ഫസ്റ്റ് ജനറേഷൻ ആണ്. ദെൻ ഫിഫ്ത്ത് ജനറേഷൻ. ഇതേപോലെ നമ്മൾ ഗ്രാം നെഗറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷന് ഒറ്റൊരു പോസിറ്റീവ് ഇട്ടാൽ മതി, ഒറ്റ പ്ലസ് ഉള്ളൂ. ഇതിനാണെങ്കിൽ നമ്മൾ 2 പ്ലസ് ഇടുന്നു. കുറച്ചും കൂടി കവറേജ് ഉണ്ട് ഗ്രാം നെഗറ്റീവിനെതിരെ. ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം കവറേജ് ഇടുന്നു, 3 പോസിറ്റീവ് ഉണ്ട്. ദെൻ ഫോർത്ത് ആകുമ്പോഴത്തേക്കും നമ്മൾ 4 പോസിറ്റീവ് അങ്ങോട്ടേക്കാം. സോ ദിസ് ഈസ് ഹാവിംഗ് മാക്സിമം. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഇതിന് കുറച്ച് ഗ്രാം നെഗറ്റീവിനെതിരെയുള്ള ആക്ഷൻ കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇതാണ് ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്കെതിരെയായിട്ടുള്ള ഒരു ആക്ഷൻ ഓർ ആക്ടിവിറ്റി ഓർ സ്പെക്ട്രം ഓഫ് ആക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവയ്ക്ക് സെഫാലോസ്പോറിൻസിന് ഏതിനെതിരെ ആക്ഷൻ ഇല്ല എന്നുകൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഏതിനെതിരെയാണ് ആക്ഷൻ ഇല്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നത് എട്ടിപ്പിക്കൽ ബാക്ടീരിയ. എട്ടിപ്പിക്കലിനൊന്നും എതിരെ ആക്ഷൻ ഇല്ല. എട്ടിപ്പിക്കലിനെതിരെ പെൻസിലിന് ആക്ഷൻ ഇല്ല. എന്തുകൊണ്ടാണ്? അവയ്ക്ക് സെൽ വോൾ ഇല്ല. പിന്നെ ആക്ഷൻ എവിടെ നിന്നുണ്ടാവുക? അപ്പോൾ ഉദാഹരണം ക്ലാമിഡിയ, അതിന് ആക്ഷൻ ഇല്ല. മൈക്കോബാക്ടീരിയ. സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കെതിരെ ഒന്നും ആക്ഷൻ ഇല്ല. പിന്നെ ആക്ഷൻ ഇല്ലാത്തത് ലിസ്റ്റീരിയക്കെതിരെ ആക്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. ദെൻ എൻട്രോകോക്കൈ ഫീക്കാലിസിനെതിരെ ആക്ഷൻ ഇല്ല. ദെൻ ലീജിയോണെല്ലക്കെതിരെ ആക്ഷൻ ഇല്ല. സാന്തോമോണാസിനെതിരെ ആക്ഷൻ ഇല്ല. കാമ്പൈലോബാക്ടറിനെതിരെ ആക്ഷൻ ഇല്ല. ക്ലോസ്ട്രിഡിയം ഡിഫിഷെയിൽ അതിനെതിരെയൊന്നും ആക്ഷൻ ഇല്ല. അപ്പോൾ സോ ആക്ഷൻ ഇല്ലാത്ത കുറേ ബാക്ടീരിയകൾ കൂടി ഉണ്ട്. അപ്പോൾ 2-3 ഉദാഹരണം. എട്ടിപ്പിക്കൽ എന്നുള്ള വാക്കെങ്കിലും ഓർത്തു വെച്ചേക്കുക. ഇനി നമുക്ക് ഇവിടെ പേരുകൾ ഒന്ന് പഠിക്കാൻ നോക്കാം. സോ ഫസ്റ്റ് ജനറേഷൻ ആണ് നമ്മൾ ആദ്യം പറയാം. ഫസ്റ്റ് ജെൻ സെഫാലോസ്പോറിൻ. ഇത് ഓറൽ കൊടുക്കാവുന്നുണ്ട്, ഓറൽ ഉണ്ട്. ദെൻ ഇഞ്ചെക്റ്റബിൾ, കുത്തിവെപ്പ് പരേൻട്രലായിട്ട് കൊടുക്കുന്നത് ഉണ്ട്, ഓറലും ഉണ്ട്. എല്ലാത്തിൻ്റെയും പേര് ആരംഭിക്കുക either സെഫ ആയിരിക്കാം അല്ലെങ്കിൽ CPH. സെഫ എങ്ങനെയായാലും സെഫ എന്നുള്ള പേരായിരിക്കും മിക്കവാറും. സെഫ എന്ന് കേട്ടാൽ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ഓർക്കാം. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്, സെഫാക്ലോർ സെക്കൻഡ് ജനറേഷൻ ആണ്. എങ്കിലും നമുക്ക് ഓറൽ നമുക്ക് ആദ്യം 2 മരുന്നുകളുടെ പേരൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ സെഫ വെച്ച് തുടങ്ങുന്ന
തുടങ്ങണം, സെഫ ഉണ്ട്. ഓക്കെ, ഡ്രോക്സിൽ, സെഫ ഡ്രോക്സിൽ. ദെൻ അടുത്ത ഫേമസ് വീണ്ടും സെഫയാണ്, അവിടെ PHA ആണ് നമ്മൾ എഴുതുക, സെഫ ലെക്സിൻ. സോ സെഫ ഡ്രോക്സിൽ ആൻഡ് സെഫ ലെക്സിൻ. ഓക്കെ, ഒന്ന് F ആണ്, ഒന്ന് PHA ആണ്, കുഴപ്പമില്ല, മാറിയാലും ഒന്നും കുഴപ്പമില്ല. സോ ഇത് രണ്ട് ഓറലാണ്. ഈ ഇഞ്ചക്ഷനിലപ്പോൾ സെഫ വെച്ച് തന്നെ തുടങ്ങണം. സെഫ നമുക്ക് ആദ്യം എഴുതാം, സെഫാസോളിൻ നമുക്ക് എഴുതാം, സെഫാസോളിൻ. ദെൻ പിന്നെയുള്ളത് സെഫ് എന്ന് എഴുതുക, സെഫ്രാഡിൻ, സെഫ്രാഡിൻ എന്ന് പറയുന്നതാണ് അടുത്ത. സോ രണ്ടിലും സെഫ് ഉണ്ട്. ഇനിയും ഓർക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഓർക്കാനാണെങ്കിൽ രണ്ടെണ്ണം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഒന്ന് സെഫാലോത്തിൻ ആണ്, സെഫാലോത്തിൻ എന്ന് പറയുന്നുണ്ട്. ദെൻ സെഫാലോറിഡിൻ, ഇതും കൂടി ഓർക്കാൻ പറ്റുകയാണെങ്കിൽ ഓർക്കാം. ഇത് രണ്ടും ഇഞ്ചക്റ്റബിൾ ആണ്. ആൻഡ് ഇവിടെ ആക്ഷൻസ് അപ്പോൾ എന്തിനെതിരെയാണ്? ഫസ്റ്റ് ജനറേഷൻ ആകുമ്പോൾ ഗ്രാം പോസിറ്റീവിനെതിരെ ആയിരിക്കും ആക്ഷൻ. സോ ഗ്രാം പോസിറ്റീവിനെതിരെ ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്ഷൻ സ്ട്രെപ്റ്റോകോക്കൈ അല്ലെ, സ്ട്രെപ്റ്റോകോക്കൈക്കെതിരെ ആക്ഷൻ ഉണ്ട്. പയോജൻസ്, സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്, വിരിഡൻസ്, ഇത് രണ്ടിനുമെതിരെ നല്ല ആക്ഷൻ ഉണ്ട്. പക്ഷേ സ്ട്രെപ്റ്റോകോക്കൈ ന്യൂമോണിയക്കെതിരെ ആക്ഷൻ ഇല്ല എന്ന് ഓർത്തിരിക്കുക. ന്യൂമോണിയ നമ്മൾ പറഞ്ഞത് അമോക്സിസിലിന് നല്ല ആക്ഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു അമോക്സിലിന്റെ വീഡിയോയിൽ. ആൻഡ് ദേ ഹാവ് ആക്ഷൻ അഗൈൻസ്റ്റ് സ്റ്റെഫൈലോകോക്കൈക്കെതിരും ഓറിയസ്, സ്റ്റെഫൈലോകോക്കൈ എന്ന് പറയുമ്പോൾ ഓറിയസ്, സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനെതിരും ആക്ഷൻ ഉണ്ട്. സോ കോക്കൈ അതിനൊക്കെതിരെ ആക്ഷൻ ഉണ്ട്. ന്യൂമോണിയ എന്ന് മാറ്റി നിർത്തിയേക്കുക. ദെൻ എനൈറോബിക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുള്ളൂ, അതിന് ആക്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ അതിനത് ഉപയോഗിക്കാറില്ല. ഉള്ളതിന് തന്നെ പെപ്റ്റോകോക്കൈ ഉണ്ട്, പെപ്റ്റോകോക്കൈ. ദെൻ പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കൈ, അതിനൊക്കെ കുറച്ച് ബാക്ടീരിയോയിഡ് ഫ്രജിലിസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആക്ഷൻ നമ്മൾ പക്ഷേ ഇത് ഉപയോഗിക്കാറില്ല എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിന്റെ പ്രധാനമായിട്ടുള്ള ആക്ഷൻ അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ വി ആർ യൂസിങ് അഗൈൻസ്റ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനെതിരെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുക. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് ഓർത്തിരിക്കുക. നമ്മൾ സെഫാസോളിൻ എന്ന് പറയുന്നത് ഇഞ്ചക്ഷനായിട്ട് നമ്മൾ കൊടുക്കുന്നത് പ്രൊഫൈലാക്റ്റിക് ആയിട്ടാണ്. പ്രൊഫൈലാക്റ്റിക് എവിടെയാണ്? ഇൻ സർജിക്കൽ കണ്ടീഷൻ, സർജറിക്ക് മുമ്പ്, സർജിക്കൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ ഓപ്പറേഷന് മുമ്പ് ഇത് കൊടുക്കുന്നു, പ്രൊഫൈലാക്സ് എടുക്കുന്നു. എന്തൊക്കെ സർജറിയിൽ ഉപയോഗിക്കുന്നു വെച്ചാൽ ഹേർട്ട് സർജറിയിൽ ഉപയോഗിക്കാം, പ്രോസ്തെറ്റിക് വാൽവ് റീപ്ലേസ്മെന്റിൽ ഉപയോഗിക്കാം, ജോയിന്റ് റീപ്ലേസ്മെന്റ്. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട സർജറിയിലെല്ലാം നമ്മൾ പ്രൊഫൈലാറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോഴും സെഫാസോളിൻ ഫസ്റ്റ് ജനറേഷൻ ആണ്. ആൻഡ് ദിസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ചില സ്ഥലങ്ങളിലെങ്കിലും സെഫ്രാഡിൻ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. സോ ഇതാണ് ഫസ്റ്റ് ജനറേഷന്റെ പ്രധാനപ്പെട്ട പർപ്പസ്. ഇനി റെസ്പിറേറ്ററി ENT പോലെയുള്ള ഇൻഫെക്ഷനൊക്കെ ഉപയോഗിക്കാം, സ്കിൻ സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസിലൊക്കെ ഉപയോഗിക്കാം. ന്യൂമോണിയക്കെതിരാണെങ്കിൽ ഉപയോഗിക്കാറില്ല എന്നുകൂടി ഓർത്ത് വെച്ചേക്കാം. ആൻഡ് അതിൽ ദിസ് സെഫാഡ്രോക്സിൽ എന്ന് പറയുന്ന മരുന്ന് ഇതിന് നല്ല ടിഷ്യൂ പെനിട്രേഷൻ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ആക്ച്വലി ഹാഫ് ലൈഫ് എന്ന് പറയുന്ന 1 hour ഒക്കെ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ 12 മണിക്കൂർ ഇടവിട്ടൊക്കെ കൊടുത്താൽ മതി. ബിക്കോസ് അവിടെ സസ്റ്റൈൻഡ് ആയിട്ട് ആ ടിഷ്യൂടെ അകത്ത് നമുക്ക് ആക്ഷൻ കിട്ടും. സെഫാലെക്സിൻ എന്ന് പറയുന്ന മരുന്ന് ഒരു കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ജനറേഷൻ ഓറൽ സെഫലോസ്പോറിനായിരുന്നു. ആൻഡ് ഇവയ്ക്ക് ആക്ഷൻ ഇല്ലാത്ത ഗ്രാം നെഗറ്റീവ് ആണ്. അപ്പോൾ എൻറ്ററോബാക്ടീരിയസിക്കെതിരെ ആക്ഷൻ ഇല്ല, സ്യൂഡോമോണാസ് ഒറിജിനോസിനെതിരെ ആക്ഷൻ ഇല്ല എന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ജനറേഷനിലേക്കാണ് വരുന്നത്. സെക്കൻഡ് ജനറേഷൻ സെഫലോസ്പോറിൻ. ആൻഡ് ഇവയ്ക്ക് ഗ്രാം പോസിറ്റീവിനെതിരെ ആക്ഷൻ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പോസിറ്റീവ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയക്കെതിരെ ആക്ഷൻ ഉണ്ട്. സോ ഇറ്റ് ഹാസ് ആക്ഷൻ ഓൺ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, അതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ ചില ഗ്രാം നെഗറ്റീവിനെതിരെ കൂടി അഡീഷണൽ ആക്ഷൻ ഉണ്ട്. ഉദാഹരണം ക്ലെപ്സില്ല. എങ്കിലും ഇത് അധികം ഉപയോഗം എനൈറോബിക് ബാക്ടീരിയകളിലുള്ള ആക്ഷനാണ് ഇത് അധികം ഉപയോഗിക്കാൻ കാരണം. സോ ഇവിടെ പ്രധാനപ്പെട്ട പർപ്പസ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് എഗെയിൻസ്റ്റ് എനൈറോബിക് ഓർഗാനിസത്തിനെതിരെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പർപ്പസ്. ആൻഡ് ഇവിടെ പേര് തുടങ്ങുന്നതെല്ലാം സെഫ് വെച്ചിട്ടാണ്. അതിൽ സെഫ ചേർത്ത് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞു സെഫ എല്ലാം ഫസ്റ്റ് ജനറേഷൻ ആണെന്ന് പറഞ്ഞു. ഒരെണ്ണം ദറ്റ് ഈസ് സെഫാക്ലോർ പക്ഷെ സെക്കൻഡ് ജനറേഷൻ ആണ്, ഓറലായിട്ട് വായിലൂടെ കൊടുക്കുന്നതാണ്. ദെൻ വേറൊരു ഓർഗൽ കൂടി ഓർക്കാൻ പറ്റുമെങ്കിൽ സെഫ്പ്രോസിൽ കൂടി ഓർത്ത് വെച്ചേക്കുക, അതും ഓറലായിട്ട് കൊടുക്കുന്നതാണ്. വേറൊരെണ്ണം പ്രത്യേക പേരാണ് ലോറ കാർബഫ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാം, ഇത് ഓർത്ത് മറന്നാലും ലോറ കാർബഫ് ഓറലാണ്. ഇനി ഒരു ഓറലുണ്ട്, അത് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കാം. ഇഞ്ചക്ഷനായിട്ട് നമ്മൾ അത് സെഫിറോക്സൈം എന്നാണ് പറയാ, സെഫിറോക്സൈം. ഓറലാക്കുകയാണെങ്കിൽ സെഫിറോക്സൈം നമ്മൾ ഓക്സെറ്റിൽ എന്ന ചേർക്കുന്ന പ്രോ ഡ്രഗ് ആണ്. കയ്പൊക്കെ മാറും, പക്ഷേ എങ്കിലും നല്ല കയ്പുണ്ട്, പിള്ളേരൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ സെഫിറോക്സൈം വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് സെഫിറോക്സൈം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. സോ ഇത് ഓറലും കൊടുക്കാം, ഇഞ്ചക്ഷൻ കൊടുക്കാം. സോ ദിസ് ഈസ് ഇഞ്ചക്ഷൻ. അപ്പോൾ ഇനി ഇഞ്ചക്ഷൻ നമുക്ക് ഓർക്കാൻ പ്രധാനപ്പെട്ട 2 എണ്ണം ഓർക്കാം. വൺ ഈസ് സെഫോക്സിറ്റിൻ എന്ന് ഓർത്ത് വെക്കുക. ആൻഡ് സെഫോ തന്നെയാണ് ടിറ്റാൻ. സോ സിറ്റിൻ ആൻഡ് ടിറ്റാൻ അതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും സെഫാമൈസിൻസ് എന്ന് പറയുന്ന ഒരു ആക്ടിനോമൈസിറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ദെൻ ഇനി ഒരെണ്ണം പറയുകയാണെങ്കിൽ
മെറ്റാസോൾ എന്ന് പറയുന്ന ഒരെണ്ണം കൂടി ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വയ്ക്കുക. ആൻഡ് ഇവയ്ക്കൊന്നും തന്നെ എൻട്രോബാക്ടീരിയസിൽ ആക്ഷൻ ഇല്ല, ഇവിടെയും ആക്ഷൻ ഇല്ല, സ്യൂഡോമോണാസിനെതിരെയും ആക്ഷൻ ഇല്ല. സോ ഇത് ഇവിടെ ഡിറ്റോ ആണ്, നോ ആക്ഷൻ. ഇതിൽ ദി സെഫോറ്റിറ്റാൻ എന്ന് പറയുന്നത്, സെഫോക്സിറ്റിൻ എന്ന് പറയുന്നത്, സെഫമെൻഡോൾ, സോ മൂന്ന് ഞാൻ സെപ്പറേറ്റ് എഴുതിയതുകൊണ്ടാണ്. ഇത് മൂന്നിനും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സോ ഇവയ്ക്ക് അനൈറോബ്സ് ആയിട്ടുള്ള ബാക്ടീരിയോയിഡ് ഫ്രജലിസിനെതിരെ ആക്ഷൻ ഉണ്ട്. സോ ബാക്ടീരിയോയിഡ് ഫ്രജലിസിനെതിരെ ആക്ഷൻ ഉള്ള അനൈറോബിക് ഓർഗാനിസം ആയിട്ടുള്ള ഇതിനെതിരെ ആക്ഷൻ ഉള്ള ഏക സെഫാലോസ്പോറിൻസ് ഏതാണെന്ന് ചോദിച്ചാൽ വൺ ഈ സെഫോക്സിറ്റിൻ, സെഫോറ്റിറ്റാൻ ആൻഡ് സെഫമെറ്റസോൾ. ഇത് മൂന്നുമാണ് 3 സെഫാലോസ്പോറിൻ ആക്ഷൻ ഉള്ളത്. സോ നമ്മൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഞാൻ പഠിക്കുന്നത് XTR നമ്മൾ സൈലന്റ് ആണ്, എക്സ്ട്രീം. M ഫോർ സെഫമെറ്റസോൾ, X സിറ്റിൻ ആണ്, T ടിറ്റാൻ ആണ്, R ഞാൻ എഴുതിയിരിക്കുന്നത് അനൈറോബ്സ്, ആ റോബ്സിന് വേണ്ടിയിട്ടാണ് അനൈറോബ്സ്. ദെൻ M ഫോർ മെറ്റസോൾ. നിങ്ങൾക്ക് വേറെ കോഡ് വേണമെങ്കിൽ ഓർക്കാം, ഇഷ്ടമുള്ളത് ഓർക്കാം. സോ ബിക്കോസ് ഓഫ് ദിസ് ആക്ഷൻ അഗേൻസ്റ്റ് അനൈറോബ്, ഞാൻ ഓൾറെഡി പറഞ്ഞു അനൈറോബിക് ബാക്ടീരിയക്കെതിരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഇതുമൂലം ഇൻട്രാ അബ്ഡോമിനൽ സർജറീസ്, ഗൈനക്കോളജിക്കൽ സർജറീസ്, സോ ഇങ്ങനെയൊക്കെ സർജറീസിൽ പെരി ഓപ്പറേറ്റീവ് പ്രൊഫൈലാക്സിന് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ അനൈറോബിക്, മിക്സഡ് എയറോബിക് അനൈറോബിക് ഇൻഫെക്ഷൻ, സോ അങ്ങനെയൊക്കെ നമ്മൾ സംശയിക്കുകയാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ദിസ്. ഓക്കെ, പെട്രോണൈറ്റിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം. ആൻഡ് സെക്കൻഡ് ജനറേഷൻ ഇപ്പോൾ അത്ര അധികം ഉപയോഗത്തിലില്ല എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക, ബിക്കോസ് വി ഹാവ് തേർഡ് ജനറേഷൻ. സോ തേർഡ് ജനറേഷൻ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റപ്പിലൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകൾ സെഫാലോസ്പോറിലെ തേർഡ് ജനറേഷൻ സെഫാലോസ്പോറിനാണ്, പ്രത്യേകിച്ച് ഇഞ്ചെക്ഷൻസ് ഓർ പാരൻട്രൽ. സോ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഓറലും അവൈലബിൾ ആണ്. ആൻഡ് ഇഞ്ചെക്ഷൻ ആണ് ഹോസ്പിറ്റലിലെ മെയിൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ പേരുകൾ എക്സൈമിൽ അവസാനിക്കുന്നുണ്ട്. എക്സൈം എന്ന് ഓർത്ത് വെച്ചേക്കുക. എക്സൈം ഓർക്കുകയാണെങ്കിൽ നമുക്ക് ഓർക്കാവുന്നത് സെഫോടാക്സിം, അതാണ് ഒരെണ്ണം. ദെൻ പിന്നെ ഒരെണ്ണം സെഫ്റ്റിസോക്സൈം. സോ ഇത് രണ്ടും സൈമിൽ അവസാനിക്കുന്നതാണ്, ഇഞ്ചക്ഷൻ ആണ്. ഇനി സൈമിൽ അവസാനിക്കുന്ന ഇഞ്ചക്ഷൻ അല്ലാത്തതുണ്ടോന്ന് വെച്ചാൽ സെഫിക്സൈം എന്ന് പറയുന്നത് ഓറലാണ്. സെഫോഡോക്സിം എന്ന് പറയുന്നത് അതും ഐമിലാണ് അവസാനിക്കുക, പ്രോക്സെറ്റിലാണ്, പ്രോഡ്രഗ് ആണ്. ഇത് രണ്ടും ഓറലാണെന്ന് ഓർക്കുക. ഇനി ചിലത് 1 അവസാനിക്കുന്നുണ്ട്, 1 അവസാനിക്കുന്നു. ഏറ്റവും ഫേമസ് ഇഞ്ചക്ഷൻ സെഫ്ട്രിയാക്സോൺ എന്ന് പറയുന്നത് 1 സോൺ ആണ്, അല്ലെങ്കിൽ സോൺ വരെ എടുക്കുന്നില്ല, 1 വരെ നമ്മൾ എടുക്കുന്നുള്ളൂ, കാരണം ഈ മരുന്നാണ് സെഫോപെറാസോൺ. സോ ഇവിടെയും 1 അവസാനിക്കുന്ന 2 ഇഞ്ചക്റ്റബിൾ ഡ്രഗുകളുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡ്രഗുകളാണ് ഇതെല്ലാം. സെഫറ്റാക്സിം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡൈമിൽ അവസാനിക്കുന്നുണ്ട്. ഡൈമിൽ അവസാനിക്കുന്ന ഏറ്റവും ഫേമസ് ഈ സെഫ്റ്റാസിഡിം. ഞാൻ ഡൈം പറഞ്ഞത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. സെഫ്റ്റാസിഡിം ഇതും വളരെ വളരെ പ്രധാനപ്പെട്ട ഡ്രഗ് ആണ്. ഇനി ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കാവുന്നത് സെഫ്ഡിനിർ ആണ്. ഇത്ര എഴുതി വയ്ക്കുക പ്രധാനമായിട്ടും, സെഫ്ഡിനിർ. ഇനി സെഫ്റ്റിബ്യൂട്ടൻ എന്ന് പറയുന്നുണ്ട്. ദെൻ സെഫ്റ്റാമെറ്റ് ഉണ്ട്, സെഫ്റ്റാമെറ്റ് പ്രോക്സെറ്റിൽ എന്ന് പറയുന്ന മരുന്നുണ്ട്. ഇനി വേണമെങ്കിൽ പറയാം സെഫ്ഡിറ്റോറൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ മോക്സാലാക്ടം, അത് ഓർത്തിരിക്കുക, മോക്സാലാക്ടം, അത് പെട്ടെന്ന് ഓർത്തിരിക്കും. സോ ഇതെല്ലാമാണ് തേർഡ് ജെൻ മരുന്നുകൾ. അപ്പോൾ തേർഡ് ജെന്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ പറഞ്ഞ ഗ്രാം പോസിറ്റീവിനെതിരെ കുറച്ച് ആക്ഷൻ ഉണ്ട്, നിലനിർത്തുന്നുണ്ട്, പ്ലസ് എക്സ്റ്റെൻഡഡ് കുറച്ചും കൂടി ഗ്രാം നെഗറ്റീവിനെതിരെ കവറേജ് ഉണ്ട്. സോ ഇതാണ് ഇതിന്റെ മെയിൻ യൂസ്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഗ്രാം നെഗറ്റീവ് കവറേജ്. ബീറ്റാ ലാക്ടമേസസ് ഉണ്ടാക്കുന്ന ഹീമോഫിലസ് സ്പീഷീസ്, നിസീറിയ, അതിനൊക്കെതിരെ ഫലമുണ്ട്, ആക്ഷൻ ഉണ്ട്. എൻറ്ററോബാക്ടീരിയസി, മറ്റേനൊന്നും ആക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. എൻറ്ററോബാക്ടീരിയസിക്കെതിരെ ഇവയ്ക്ക് ആക്ഷൻ ഉണ്ട്. ഈക്കോളായി, പ്രോട്ടിയസ്, സെറാഷ്യ, ക്ലെപ്സില്ല, പ്രോട്ടിയസ്, അതിനൊക്കെതിരെ ആക്ഷൻ ഉണ്ട്. ആൻഡ് മിക്കതും ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കും. ഉദാഹരണത്തിന് സെഫോടാക്സിം ഇത് കടക്കാം. ഓക്കെ, ദെൻ സെഫ്ട്രിയാസോൺ കടക്കാം. സോ ഇതെല്ലാം ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിന് നമ്മുടെ കയ്യിൽ കൊടുക്കാവുന്ന സെഫാലോസ്പോറിൻ ഡ്രഗ് ആണ്. പക്ഷേ ഗ്രാം പോസിറ്റീവ് കോക്കായി, ഗ്രാം പോസിറ്റീവിൽ തന്നെ ചില ഗ്രാം പോസിറ്റീവ് കോക്കായിക്കെതിരെ ആക്ഷൻ കുറവാണ്. എനൈറോബ്സ് ആണെങ്കിൽ ബാക്ടീരിയോയിഡ് ഫ്രജലിസ്, അതിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും കുറച്ച് ആക്ഷൻ ഉണ്ട്. ഫ്രജലിസ്റ്റിനാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് സെക്കൻഡ്
സെക്കൻഡ് ജെൻ നമ്മൾ കൊടുക്കണം, സെഫിറോക്സൈമോ അല്ലെങ്കിൽ അതൊക്കെ കൊടുക്കണം, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ജെൻ കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ചിലതെങ്കിലും ബീറ്റ ലാക്ടമേസസ് വഴി നശിക്കുകയും ചെയ്യും. ആൻഡ് ഇതിൽ 3 ഡ്രഗ്, സെഫ്റ്റാസിഡിം ഓർക്കണം, ദെൻ പിന്നെ ഓർക്കേണ്ടത് സെഫപെറസോൺ ഓർക്കണം, ആൻഡ് ഓൾസോ ദിസ് മോക്സാലാക്ടം. ഇത് 3നും പ്രത്യേകമായിട്ട് സ്യൂഡോമോണാസ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഒറിജിനോസ, അതിനെതിരെ ഫലമുണ്ട്. സ്യൂഡോമോണാസിനെതിരെ ഫലമുള്ള തേർഡ് ജെൻ സെഫാലോസ്പോറിൻ ഇതാണ്, സെഫപെറസോൺ, സെഫ്റ്റാസിഡിം ആൻഡ് ഓൾസോ മോക്സാലാക്ടം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസിനൊക്കെ എതിരായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിന് വേണ്ടിയാണ്. എക്സെപ്റ്റ് സ്യൂഡോമോണസ് ആണെങ്കിൽ നമ്മൾ മോക്സിലാക്ടം, സെഫ്റ്റാസിഡിൻ, സെഫപെറസോൺ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതൊന്നും കൊടുക്കാൻ പറ്റില്ല. അതൊന്നും ഓർത്ത് വെക്കുക. അപ്പോൾ ഗ്രാം നെഗറ്റീവിനെതിരൊക്കെ നമുക്ക് കൊടുക്കാം. ദെൻ സെഫിക്സൈം നമ്മൾ സാധാരണ 400 മില്ലിഗ്രാം BD വരെ നമ്മൾ കൊടുക്കും, സാറിന് 200 ദെൻ ഒരു മരുന്നിൻ്റെയും ഡോസ് ഞാൻ പ്രത്യേകം പറയുന്നില്ല. സെഫഡോക്സിം ആണെങ്കിൽ പരമാവധി 800 മില്ലിഗ്രാം വരെ കൊടുക്കും, 200 മില്ലിഗ്രാം BD ഒക്കെ കൊടുക്കാറുള്ളൂ. ദെൻ സെഫ്ഡിനിർ ആണെങ്കിൽ 300 മില്ലിഗ്രാം BD കൊടുക്കാം. സെഫ്റ്റിബ്യൂട്ടൻ ആണെങ്കിൽ 400 മില്ലിഗ്രാം OD അല്ലെങ്കിൽ 200 മില്ലിഗ്രാം OD. ദെൻ അപ്പോൾ തേർഡ് ജെൻ സെഫലോസ്പോറിൻസ് ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് എവിടെയൊക്കെ കൊടുക്കാം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഈ കോളയിൽ കൊടുക്കാം, ക്ലെപ്സിലെ കൊടുക്കാം, പ്രോട്ടിയസിന് കൊടുക്കാം, പ്രൊവിഡൻഷ്യൽ കൊടുക്കാം, സെറാഷ്യൽ കൊടുക്കാം, ഹീമോഫിലസോ, ഇവയ്ക്കെല്ലാം നമുക്ക് തേർഡ് ജെൻ ആണ് കൊടുക്കുക. സെഫ്ട്രിയാക്സോൺ ആണ് ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന്. പണ്ട് സെഫറ്റാക്സിം ആയിരുന്നു. ആൻഡ് സെഫ്ട്രിയാക്സോൺ ആൻഡ് സെഫറ്റാക്സിം ഇതെല്ലാം നമ്മൾ എംപെറിക്കൽ ട്രീറ്റ്മെന്റ്, മെനിഞ്ചൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിന് കൊടുക്കും. ദെൻ സെഫ്ട്രിയാക്സോൺ ഗൊണോറിയയിൽ കൊടുക്കും, ലൈംസ് ഡിസീസിലൊക്കെ കൊടുക്കും, ഗൊണോറിയ, ലൈംസ് ഡിസീസിലൊക്കെ കൊടുക്കും ഇത്. അപ്പോൾ നമ്മൾ 4th ജനറേഷനിലേക്ക് എത്തി. 4th ജനറേഷൻസ് ആർ ആൻറ്റി സ്യൂഡോമോണാസ്. സ്യൂഡോമോണാസ് ഒറിജിനോസയ്ക്ക് മറ്റേത് കൊടുത്തിട്ട് ഫലമില്ലെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന, ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ആൻറ്റി സ്യൂഡോമോണാൽ ഓൺലി ഇഞ്ചക്ഷൻസ് പാരൻട്രൽ മാത്രമാണ് അവൈലബിൾ ആണ്. ഗ്രാം നെഗറ്റീവ്, റെസിസ്റ്റന്റ് ടു തേർഡ് ജനറേഷൻ സെഫാലോസ്പോറിൻ എൻട്രോബാക്ടീരിയസി. സോ ഇതാണ് ഇതിന്റെ ഉപയോഗം. ആൻഡ് ഇവ ബീറ്റ ലാക്ടമേസസ് വഴി നശിക്കുന്നില്ല. സോ ദീസ് ആർ റെസിസ്റ്റന്റ് ടു ബീറ്റ ലാക്ടമേസസ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നോ ആക്ഷൻ അഗെയിൻസ്റ്റ് അനൈറോബ്സിനെതിരെ ആക്ഷൻ ഇല്ല. അപ്പൊ ഇതിന്റെ പേരുകളെല്ലാം പൈയിലാണ് ചേരുക. ഒന്ന് സെഫിപൈം ആണ്, സെഫിപൈം. ദെൻ സെഫ്പിറോം, രണ്ടിലും പൈ ഉണ്ട്, സെഫ്പിറോം ആൻഡ് സെഫിപ്പൈം. ഓക്കെ, സോ ഇത് ഉപയോഗിക്കുക റിസർവ് ഡ്രഗ് ആണ്, സൂക്ഷിച്ചു വെച്ചിരിക്കും. നമ്മൾ മറ്റൊന്നും ഫലിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് ഉപയോഗിക്കുക. ഇൻ നോസോകോമിയൽ ഓർ ഹോസ്പിറ്റൽ അക്വേർഡ് ഇഞ്ചക്ഷൻ. CSF പെനിട്രേഷൻ ഉണ്ടോ? യെസ്, ദേ ഹാവ് ഗുഡ് CSF പെനിട്രേഷൻസ്. സോ ഹോസ്പിറ്റൽ അക്വേർഡ് ന്യൂമോണിയ, ഫെബ്രൈൽ ന്യൂട്രോപീനിയ, ബാക്ടീരിയമിയ, സെപ്റ്റിസീമിയ, ഇതൊക്കെ നമ്മൾ തേർഡ് ജെൻ സെഫാലോസ്പോറിൻ ഫലിക്കുന്നില്ലെങ്കിൽ റിസർവ് ഡ്രഗ് ആണ് ഇവനെടുത്താൻ കൊടുക്കും. ഇവിടെ ഒരു ഗ്രൂപ്പ് കൂടി പറയാം, തേർഡ് ആണോ ഫോർത്ത് ആണോ എന്ന് അറിഞ്ഞുകൂടാ ഒരു മരുന്നുണ്ട്. അതിന്റെ പേരാണ് സെഫി എന്ന് എഴുതുക, ഡിറോകാൽ എന്ന് പറയുന്നത് പുതിയൊരു മരുന്നാണ്. ഹോസ്പിറ്റൽ അക്യൂർഡ് ന്യൂമോണിയക്ക് കൊടുക്കാം. ദെൻ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊടുക്കുകയാണ്. തേർഡ് ആയിട്ടും പറയുന്നുണ്ട്, ഫോർത്ത് ആയിട്ടും പറയുന്നുണ്ട്. സോ ദിസ് ഈസ് അനദർ ഡ്രഗ്. സോ 5th ജനറേഷൻ, 5ാമത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ അതും IV ആണ്, ഓൺലി പാരൻട്രൽ ആണ്. 2 മരുന്നുകളാണ് പ്രധാനപ്പെട്ടത്. വൺ ഈസ് സെഫ്റ്റാറോലിൻ. സോ എല്ലാത്തിനകത്തും റോൾ എന്ന വാക്കുണ്ട്, 2 ഉള്ളൂ. ദെൻ അടുത്തത് സെഫ്റ്റോ ആണ്, സെഫ്റ്റോ ബൈ പ്രോൾ, അവിടെയുണ്ട് റോൾ എന്ന വാക്ക്. സെഫ്റ്റാറോലിൻ ആൻഡ് സെഫ്റ്റോ ബൈ പ്രോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. വേറൊരെണ്ണം കൂടി നമുക്ക് പറയാം, അതിന്റെ പേര് സെഫ്റ്റോലോസൈൻ എന്ന് പറയുന്ന മരുന്ന് കൂടിയുണ്ട്, സെഫ്റ്റലോസൈൻ. സോ ഇതിന്റെ ആക്ഷൻ നമുക്കറിയാം, തേർഡ് ജനറേഷൻ പോലെ തന്നെ ആക്ഷൻ ഉണ്ട്, ആന്റി സ്യൂഡോമോണൽ ആക്ഷൻ ഉണ്ട്, ആൻഡ് നോട്ട് അഗെയിൻസ്റ്റ് അനൈറോബ്സ് ഉണ്ട്. പക്ഷെ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു, ഇത് ഉപയോഗിക്കുന്നത് ഗ്രാം പോസിറ്റീവിനെതിരെയാണ്. ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ആർക്കെതിരെയാണ്? MRSA. സോ ഗ്രാം പോസിറ്റീവ് MRSAക്കെതിരെ ഉപയോഗിക്കുന്ന സെഫാലോസ്പോറിൻസ്, അത് ഇതാണ് MRSA ആക്ടിവിറ്റി. സോ വെരി ഇമ്പോർട്ടൻറ്റ്, MRSAയിൽ ഉപയോഗിക്കുന്ന മരുന്നാണ്. ദെൻ നോസോകോമിയൽ ഇൻഫെക്ഷൻസിന് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ സെഫ്റ്റാറോലിൻ നമ്മൾ കൊടുക്കുന്നത് കമ്മ്യൂണിറ്റി അക്യൂട്ട് ന്യൂമോണിയക്ക് കൊടുക്കും. ദെൻ MRSA പ്രത്യേകം എഴുതുന്നില്ല, MRSEക്ക് നമുക്ക് കൊടുക്കാം. ദെൻ ഓൾസോ വാങ്കോമൈസിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫലോകോക്കസ് ഓറിയസിസ്. സോ സാധാരണ രീതിയിൽ MRSA കൊടുക്കുന്ന വാങ്കോമൈസിൻ ആണ്. അത് റെസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഈ മരുന്നുകൾ സെഫ്റ്റാറോലിൻ നമുക്ക് കൊടുക്കാം. സെഫ്റ്റാബൈപ്രോൾ നമ്മൾ കൊടുക്കുന്നത് HAP ആൻഡ് ഓൾസോ പിന്നെ
CAP. കമ്മ്യൂണിറ്റി അക്യൂട്ട് ആൻഡ് ഹോസ്പിറ്റൽ അക്യൂട്ട് ന്യൂമോണിയക്കാണ് നമ്മൾ കൊടുക്കുക. സെഫ്റ്റാലോസൈൻ ആൻഡ് ടാസോബാക്ടം. സെഫ്റ്റാലോസൈൻ ലാസ്റ്റ് നമ്മൾ എഴുതിയത് പ്ലസ് ടാസോബാക്ടം കൂടി ചേർത്തിട്ട് ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റർ ആണ്. പ്ലസ് മിക്കവാറും അതിൻ്റെ കൂടെ മെട്രോനിഡസോളും കൂടി ചേർത്തിട്ടായിരിക്കും കൊടുക്കുക. ഇൻട്രാ അബ്ഡോമിനൽ ഇൻഫെക്ഷൻസിന് കൊടുക്കാം, UTI അങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്ക് കൊടുക്കുന്ന മരുന്ന്. ഓക്കെ, സോ 5th ജനറേഷൻ പ്രധാനമായിട്ടും ഗ്രാം പോസിറ്റീവിനെതിരാണ്, MRSAക്കെതിരാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ADR അഡ്വേഴ്സ് എഫക്റ്റ് നമുക്ക് പറയാം. ADR പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം പറയേണ്ടത് പെൻസിലിനേക്കാൾ കുറച്ചുകൂടി ടോക്സിസിറ്റി കൂടുതലാണ് സെഫാലോസ്പോറിൻസ് എന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് പറയാം IM ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാകും, പെയിൻ അറ്റ് ദ സൈറ്റ്. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പെനിസിലിൻ അലർജി ഉള്ള 4 to 10% പേർക്കും ക്രോസ് അലർജി ഉണ്ടാകാം, ക്രോസ് അലർജിക് ടു പെൻസിലിൻ. അങ്ങനെ പെൻസിലിൻ അലർജി ഉള്ള ആൾക്കാർക്ക് ഇതിനോട് അലർജി ഉണ്ടാകാം. ദെൻ സെഫാലോസ്പോറിന് മാത്രമായിട്ടും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാം. മൂന്നാമത്തത് സെഫാലോസ്പോറിൽ ചിലതിന് ഒരു പ്രത്യേക റിംഗ് ഉണ്ട്, മീഥൈൽ തയോ ടെട്രാസോൾ റിംഗ് ഉള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൺ ഈസ് സെഫോപെറാസോൺ 3rd ജനറേഷൻ ആണ്, സെഫ്ട്രിയാസോൺ 3rd ജനറേഷൻ ആണ്, സെഫോറ്റിറ്റാൻ, സെഫോമെൻറ്റോൾ, ദെൻ മോക്സിലാക്ടം. സോ ഇവയ്ക്ക് ഈ ഒരു റിംഗ് ഉണ്ട്. ഈ റിംഗ് ഉള്ളതുകൊണ്ട് ഇറ്റ് ക്യാൻ കോസ് ഹൈപ്പോ പ്രോത്രോംബിനീമിയ. പ്രോത്രോംബിൻ്റെ അളവ് കുറയും. അത് കുറയുമ്പോഴത്തേക്കും ബ്ലീഡിങ് ചാൻസസ് കൂടും. അതാണ് ഒരു പ്രശ്നം. ദെൻ ഇതേ റിംഗുള്ള സെഫോപെറാസോണിന് പ്രത്യേകിച്ച് കൂടുതലുണ്ടാവുന്നതാണ് ഒന്ന് ഡൈസൾഫിറാം ലൈക്ക് റിയാക്ഷൻ. ഇപ്പം ആൽക്കഹോളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഡൈസൾഫിറാം ലൈക്ക് റിയാക്ഷൻസ് ഉണ്ടാക്കാം. സെഫോപെറാസോൺ ആണ് അത് കൂടുതൽ ഉള്ളത്. ദെൻ നാലാമത്തത് ഓറലി കൊടുക്കുമ്പോൾ പലതും ഡയേറിയ ഉണ്ടാക്കാം എന്നുള്ളതാണ് പ്രശ്നം. ദെൻ അഞ്ചാമത്തത് നെഫ്രോടോക്സിറ്റി ആണ്. മിക്കവാറും എല്ലാം തന്നെ കിഡ്നി ഡിസീസസ് അല്ലെങ്കിൽ വൃക്ക രോഗമുള്ള ആൾക്കാരിൽ നമുക്ക് അളവ് കുറയ്ക്കേണ്ടി വരും. എല്ലാത്തിൻ്റെയും ക്രിയാറ്റിൻ ക്ലിയറൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. പക്ഷേ 2 മരുന്നുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് സെഫോപെറാസോൺ എന്ന് പറയുന്ന മരുന്ന്, സെഫ്ട്രിയാക്സോൺ എന്ന് പറയുന്ന മരുന്ന്, ഇത് രണ്ടും പക്ഷേ കിഡ്നിയിലൂടെ അല്ല എലിമിനേറ്റ് ചെയ്യുന്നതാണ്. സോ ദീസ് ആർ കിഡ്നി സേഫ്. പക്ഷേ അപ്പോഴത്തേക്കും ഇത് എലിമിനേറ്റ് ചെയ്യുന്നത് ബൈലിലൂടെയാണ്. ബൈലിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. ബൈലിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ ഗാൾ സ്റ്റോൺസ് ചിലപ്പോഴെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോളിസ്റ്റാറ്റിക് ജോണ്ടിസ് ഉണ്ടാക്കാം, ഹൈപ്പർ ബിലിറൂബിനീമിയ ഉണ്ടാക്കാം. ഹൈപ്പർ ബിലിറൂബിനീമിയ ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ചിൽഡ്രൻ ബിലോ 1. 1 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ലാതെ വരും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു പലതും തന്നെ CSF പെനിട്രേഷൻ നന്നായിട്ടുള്ളതാണ്. അതിൽ സെഫോടാക്സിമിന് നല്ല CSF പെനിട്രേഷൻ ഉണ്ട്. ദെൻ സെഫറോസോൺ ഉണ്ട്. ദെൻ 2nd ജനറേഷനിൽ ഒന്ന് ഓർത്തിരിക്കാൻ സെഫിറോക്സാമിന് ഒരു ഇത് നല്ല CSF പെനിട്രേഷൻ ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെച്ചേക്കും. സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് യൂസസ് എല്ലാം കൂടി ഒന്ന് പറഞ്ഞു നോക്കിയാൽ 1st ജനറേഷൻ നമ്മൾ ഗ്രാം പോസിറ്റീവിനാണ്, കോക്കയ്ക്കെതിരാണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. സർജിക്കൽ പ്രൊഫൈലാക്സിന് സെഫ്റ്റാസോളിൻ നമ്മൾ വളരെയധികം ഉപയോഗിക്കും. ദെൻ 2nd ജനറേഷൻ ഗ്രാം പോസിറ്റീവിന് ആക്ഷൻ ഉണ്ട്, ഗ്രാം നെഗറ്റീവിന് കുറച്ചും കൂടി കവറേജ് ഉണ്ട്. എനേറോബിക്സിനെതിരെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ബാക്ടീരിയോയിഡ് ഫ്രജൈലീസ് ഒക്കെ ആണെങ്കിൽ സെഫ്റ്റോറ്റിറ്റാൻ, സെഫാമെറ്റസോൾ, സെഫോക്സിറ്റിൻ എന്നിവ നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞു. ദെൻ 3rd ജനറേഷൻ സെഫ്ട്രിയാസോൺ ആണ് പ്രത്യേകിച്ച് ഒരു നല്ല ഗ്രാം നെഗറ്റീവ് എഫക്റ്റ് ഉള്ള പ്രധാനപ്പെട്ട മരുന്ന്. ദെൻ ടൈഫോയിഡ്, ഗൊണേറിയ, ഈക്കോളൈ, പ്രോട്ടിയസ്, സെറാഷ്യ, ഗ്രാം നെഗറ്റീവും ഗ്രാം പോസിറ്റീവ്, മെനിഞ്ചോകൊക്കെ പോലുള്ള ഗ്രാം പോസിറ്റീവ് എക്കത്തിന് കൊടുക്കാം. പക്ഷേ നമ്മൾ സ്യൂഡോമോണാസിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ആൻറ്റി സ്യൂഡോമോണാൽ, സെഫ്റ്റാസിഡിം വിത്ത് അമിനോഗ്ലൈക്കോസൈഡും കൂടി ചേർത്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ദെൻ 4th ജനറേഷൻ നമ്മൾ പറഞ്ഞു നമ്മൾ റിസർവ് ഡ്രഗ് ആയിട്ടാണ് ഗ്രാം നെഗറ്റീവിനെതിരെ വയ്ക്കുക. 5th ജനറേഷൻ നമ്മൾ ഗ്രാം പോസിറ്റീവ് MRSAയിലൊക്കെ ആയിരിക്കും കൊടുക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെഫാലോസ്പോറിൻ. ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് മരുന്നാണ്, 100 മരുന്നുള്ള ഗ്രൂപ്പാണ്. പക്ഷേ ഇത്രയും സമയം കൊണ്ട് നമുക്ക് ഒതുക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.